السلام عليكم ورحمة الله وبركاته. الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نصر من الله وفتح قريب. صدق الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ജമാഅത്തുൽ ഉലമ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയും ഓരോ ദിവസവും ഇൽമിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ പല വിഷയങ്ങളും നാം ഗ്രഹിക്കുകയും വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു തആല നമ്മളെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പല ആൾക്കാരും പല നിലക്കുമുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. അള്ളാഹു തആല ഖൈറായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നശ്വരമായ ദുന്യവിയായ ഈ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ അനശ്വരമായ തീരാത്ത ലോകമായ പാരത്രിക ലോകം, അവിടത്തേക്കുള്ള ഓരോ കർമ്മങ്ങളാണ് നാം ചെയ്യുന്നത്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, പല കർമ്മങ്ങൾ കൊണ്ടും നാം നമ്മുടെ പാരത്രിക ലോകം ധന്യമാക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായ ജന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിക്കൊണ്ട് പല കർമ്മങ്ങളും നാം ചെയ്യുന്നവരാണ്. അതൊക്കെ അല്ലാഹു തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നശ്വരമായ ദുന്യവിയായ ജീവിതത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പാരത്രികമായ ലോകത്തെ മറന്നുകൊണ്ടാവാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഏത് നിമിഷവും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇവിടുന്ന് യാത്ര പറയേണ്ടവരാണ്. അള്ളാഹു തആല നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാവട്ടെ. ഈ ദുന്യവിയായ ജീവിതത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പല നിലക്കുമുള്ള കാഴ്ചകളും അല്ലെങ്കിൽ പല നിലക്കുമുള്ള ജീവിത ചുറ്റുപാടുകളും കണ്ടുകൊണ്ട് അതൊരിക്കലും നമ്മുടെ പാരത്രിക ലോകം നമ്മുടെ ഈമാനിന് കോട്ടം വെട്ടുന്ന രൂപത്തിലുള്ള ഒരു ജീവിതശൈലി ആവരുത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതല്ല ജീവിതം. മരണപ്പെട്ടു കഴിഞ്ഞു, നാളെ പാരത്രികമായ ലോകത്തുള്ളതാണ് യഥാർത്ഥമായ ജീവിതം. അല്ലാഹു തആല അവിടെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഒരു സൂഫിയുടെയും അതുപോലെ തന്നെ ഒരു ശിഷ്യൻ്റെയും ഒരു ചരിത്രം, ഒരു ചെറു കഥയാണ് ഇന്ന് നാം പറയുന്നത്. ഒരിക്കൽ ഒരു സൂഫി വര്യൻ തൻ്റെ ശിഷ്യനുമായി കൊണ്ട് ഒരു പാർക്കിലെത്തി. അങ്ങനെ പാർക്കിലെ മനോഹരമായ പല കാഴ്ചകളുമായി കണ്ടുകൊണ്ട് ഈ ശിഷ്യന് വല്ലാത്ത കൗതുകമായി. നല്ല ഒരുപാട് കാഴ്ചകളുള്ള പാർക്കായിരുന്നു. അങ്ങനെ അത് ശിഷ്യന് പാർക്കിലൂടെ ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ട് കാണാൻ വല്ലാതെ ധൃതിയായി. അങ്ങനെ ഗുരുവിനോട് സമ്മതം ചോദിക്കുന്നുണ്ട്. എനിക്ക് പാർക്ക് മുഴുവനും ചുറ്റിക്കറങ്ങാൻ വേണ്ടിക്കൊണ്ട് എനിക്ക് സമ്മതം നൽകണമെന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുക. അപ്പോൾ അവിടുന്ന് ഗുരു ചെയ്ത ഒരു കാര്യമുണ്ട്. ഗുരു തൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ ഒരു പന്തം കൊളുത്തിക്കൊണ്ട് ഒരു പന്തം കൊടുത്തു. നമുക്കറിയാമല്ലോ പന്തം, തീ കൊളുത്തിയ പന്തം. അങ്ങനെ പന്തം ഒരു കയ്യിൽ കൊടുത്തു. അതുപോലെ തന്നെ ഒരു പാത്രവും എണ്ണ നിറച്ചതായ ഒരു പാത്രം മറ്റേ കയ്യിലും കൊടുത്തു. അപ്പോൾ ഒരു കയ്യിൽ പന്തം, ഒരു കയ്യിൽ എണ്ണ നിറച്ച പാത്രം. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ പന്തത്തുമ്മ, എങ്കിലേ എന്താവുള്ളൂ, തീ കെടാതെ നിൽക്കുള്ളൂ. കാരണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും, ആ പന്തത്തിലെ തീ അണഞ്ഞു പോകും. അങ്ങനെ ഈ ഗുരു പറയാണ്, പാർക്ക് മുഴുവൻ നീ ചുറ്റിക്കറങ്ങിക്കോ, പക്ഷേ ഈ പന്തവുമായിക്കൊണ്ടാണ് എന്താവേണ്ടത്, ഇനി പാർക്ക് മുഴുവനും ചുറ്റിക്കറങ്ങേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പാർക്ക് മുഴുവനും ചുറ്റി നടന്ന് നീ ആസ്വദിക്കുമ്പോൾ ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ വളരെ ആശ്ചര്യത്തോടു കൂടി ഈ ശിഷ്യൻ ചോദിക്കാണ്, എന്താണ് ആ നിബന്ധന?
ഈ പന്തവുമായിക്കൊണ്ടിങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഈ പന്തത്തിലെ തീ എങ്ങാനും അണഞ്ഞു പോയാൽ അത് അണഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരോളം എന്ത് പാടില്ല, തീ അണയാൻ പാടില്ല. കാരണം അഥവാ തീ അണഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താവും, അതോടുകൂടി മുറിഞ്ഞു പോകുമെന്ന് ഈ ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു. ശിഷ്യൻ പന്തവുമായി കൊണ്ട് പാർക്കിൽ പോയി. അങ്ങനെ അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ ശിഷ്യനോട് ഗുരു ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ കാഴ്ചകളാണ് ഈ പാർക്കിലൂടെ ഉടനീളം നീ കറങ്ങിക്കൊണ്ട് കണ്ടത് എന്ന് ഗുരു ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞ മറുപടി ഉണ്ട്, ഞാൻ ഈ പാർക്കിലുള്ള പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കെന്തായിട്ടില്ല, അതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവനും ഈ പന്തത്തിലെ തീനാളത്തിലായിരുന്നു. കാരണം ഇതെങ്ങാനും അണഞ്ഞു പോയാൽ എനിക്കെൻ്റെ ഗുരുവിനെയാണല്ലോ നഷ്ടപ്പെടുന്നത് എന്നുള്ള പേടി എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പന്തത്തിലായിരുന്നു എൻ്റെ ശ്രദ്ധ, ഇത് അണഞ്ഞു പോകുക എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ശിഷ്യൻ പറഞ്ഞപ്പോൾ ഗുരു അവിടുന്ന് പറയുന്ന മറുപടി ഉണ്ട്, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ദുന്യാവിൽ ഗുരു പറയാണ്, ഈ ദുന്യാവിൽ എൻ്റെ സ്ഥിതിയും ഇപ്രകാരം തന്നെയാണ്. ഈമാൻ എന്ന പന്തവുമായിക്കൊണ്ടാണ് ഞാൻ ഈ ദുന്യാവ് ചുറ്റി നടക്കുന്നത്, ഈമാൻ എന്നുള്ള പന്തം. അതുകൊണ്ട് ഈ ദുന്യാവിലുള്ള പല രസങ്ങളും ഞാൻ ആസ്വദിക്കുന്നില്ല. കാരണം എന്താ, ഈമാൻ എന്നുള്ള ആ പന്തം, ആ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ദുന്യാവിലെ ഒരു രസങ്ങളും ഞാൻ എന്താവുന്നില്ല, ആസ്വദിക്കുന്നില്ല എന്ന് ഈ ഗുരു തൻ്റെ ശിഷ്യനോട് പറയാം. ഇതിൽ നമുക്കും വലിയ പാഠമുണ്ട്. കാരണം ദുന്യവിയായ ഈ ലോകത്ത് നാം കറങ്ങി നടക്കുമ്പോൾ അതൊന്നും നമ്മുടെ ഈമാനിന് കോട്ടം വരുത്തുന്ന രൂപത്തിലാവരുത്, നാളെ പാരത്രിക ലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാവരുത്. അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ധന എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നാണ്. ധന എന്ന് വെച്ചാൽ ആഖിറവുമായി അടുത്ത് നിൽക്കുന്നതാണ് ഈ ദുന്യാവ്. നമുക്കറിയാം, ദുന്യാവ് എന്നുള്ള ഈ തണൽ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ നീങ്ങാത്തൊരു തണലാണ് പാരത്രികമായ ലോകം എന്നുള്ളത്. അള്ളാഹു താല ആ പാരത്രിക ലോകത്ത് വിജയിക്കാനും ഈ ഒരു ഗുണപാഠം, ഈ ഒരു ശിഷ്യൻ്റെയും ഗുരുവിൻ്റെയും ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈമാനാകുന്ന പന്തം ഈ ദുന്യാവ് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ പന്തം കെടാതെ സൂക്ഷിക്കേണ്ടത്, ആ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നാം ഏവരുടെയും വലിയൊരു ഉത്തരവാദിത്തമാണ്. അള്ളാഹു താല നമ്മുടെ ഈമാനിന് കളങ്കപ്പെടുന്ന രൂപത്തിലുള്ള ദുന്യവിയായ ജീവിതം നയിക്കുന്നതിനെ തൊട്ട് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.